ശബരിമല ദ്വാരപാലക പാളിയിലെ സ്വർണ്ണ കവർച്ച കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാനാണല്ലോ SITയുടെ തീരുമാനം. 4 പ്രതികളുടെ പങ്ക് പരിശോധിച്ചു. ഇതിൽ 2 പ്രതികളുടെ പങ്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിലൊരു പ്രതിക്ക് കട്ടിളപ്പാളിയിലെ സ്വർണ്ണ കവർച്ചയിലും പങ്കുണ്ട് എന്ന് SIT വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പേരിലേക്ക് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം മറ്റ് 2 പേരിലേക്ക് കൂടി എത്താൻ പോകുകയാണ്. ഇവർ ആരാണ് എന്നതിൽ വ്യക്തതയുണ്ടോ? അത്തരത്തിലുള്ള സൂചനകൾ SIT നൽകുന്നുണ്ടോ കോടതിക്ക്? നീലിമ, ദ്വാരപാലക പാളി കേസിൽ ഇനിയും പ്രതികൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് SIT ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. 4 പേരുടെ പങ്കാളിത്തം ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചിരുന്നു. അതിൽ 3 പേരുടെ പങ്കാളിത്തം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ 2 പേർ ദ്വാരപാലക പാളി കേസിലാണ് പ്രതി ചേർക്കപ്പെടുക. അതോടൊപ്പം തന്നെ ഈ നേരത്തെ പറഞ്ഞതിൽ ഒരാൾ കട്ടിളപ്പാളി കേസിലും പ്രതി ചേർക്കപ്പെടും എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ SIT സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അന്തിമമായിട്ട് പറയാൻ സാധിക്കുന്നത് ഈ 2 കേസുകളിലും കൂടുതൽ പേരെ പ്രതി ചേർക്കാനായിട്ടുള്ള ഒരു നീക്കത്തിലേക്കും നടപടിയിലേക്കും അന്വേഷണ സംഘം കടന്നിരിക്കുകയാണ്. നേരത്തെ നിരവധി പേരെ ചോദ്യം ചെയ്തിരുന്നു. അതിൽ അവ്യക്തമായിട്ടുള്ള മറുപടികൾ നൽകിയവരെയും അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് നേരിട്ട് പങ്കാളിത്തം വഹിച്ച ആളുകളുണ്ട്. അവരെ പ്രതി ചേർത്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് SIT ഇപ്പോൾ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്കും SIT സംഘം കടക്കും. ഈ പറയുന്ന 4 പേർ, അതായത് ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് പങ്കാളിത്തം ഉണ്ടെന്ന് സംശയിച്ചുകൊണ്ട് പരിശോധന നടത്തിയ ഈ 4 പേർ ആരൊക്കെയാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ദ്വാരപാലക പാളി കേസിൽ 2 പേരെയും കട്ടിളപ്പാളി കേസിൽ ഒരാളെയും പ്രതി ചേർക്കാനായിട്ടുള്ള നീക്കവും നടപടിയുമാണ് ഇനി SIT സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. അതാണ് ഇന്ന് ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചത്. ഇവരുടെ പങ്കാളിത്തം സംബന്ധിച്ച് ചില സംശയങ്ങൾ ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിളിച്ചു വരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യലിലേക്കും അതോടൊപ്പം തന്നെ അവരുടെ സാമ്പത്തിക ഇടപാടുകളും അവർ ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന എല്ലാ ഇടപാടുകളും സംബന്ധിച്ചുള്ള കാര്യത്തിൽ വ്യക്തത തേടിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക്, പ്രാഥമിക അന്വേഷണത്തിലേക്ക് SIT സംഘം കടന്നത്. അങ്ങനെ വന്ന സമയത്താണ് ഈ സ്വർണ്ണ കവർച്ചയുമായി ഇവർക്ക് നേരിട്ട് ബന്ധമുണ്ടെന്നും ആസൂത്രണത്തിലടക്കം ഈ പറയുന്ന 3 പേരും പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടെന്നുള്ള നിഗമനത്തിലേക്ക് SIT കടന്നത്. എന്തായാലും ഈ 3 പേരെയും പ്രതി ചേർത്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് തങ്ങൾ നീങ്ങാനിരിക്കുകയാണെന്നാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ ബോധിപ്പിച്ചത്. എന്തായാലും നിലവിൽ ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായപ്പെട്ട അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെട്ട ആളുകളെ കൂടാതെ വീണ്ടും 3 പേരെ കൂടി പ്രതി ചേർക്കാനായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് SIT സംഘം കടക്കുന്നുവെന്നാണ് സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത. എന്തായാലും നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ വരും മണിക്കൂറുകളിൽ തന്നെ നമുക്ക് വ്യക്തമാകും. ശബരിമല ദ്വാരപാളിയിലെ സ്വർണ്ണ കവർച്ച കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാനാണ് SITയുടെ തീരുമാനം. 3 പേരെ പ്രതിസ്ഥാനത്തേക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ വ്യക്തമായ കാര്യങ്ങൾ അതാണ്. SIT വിശദമായ റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. രേഷ്മ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.